സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ ഇനി തൊട്ട് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളായിട്ടുള്ള CRPC, IPC, NDPS ആക്ട്, അങ്ങനെ ഒരുപാട് ആക്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളെന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതാ ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് IPC സെക്ഷൻ 81 എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് IPC സെക്ഷൻ 81 എന്ന്. ഞാനിവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ടു പ്രിവെൻറ്റ് അനദർ ഹാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റ് ഹാനി തടയാൻ ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യങ്ങളാണ്. എന്നുവെച്ചാൽ വേറെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, IPC സെക്ഷൻ 81 പറയുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതിൽ എഴുതിയിട്ടുള്ളത് കണ്ടൻറ് എന്ന് പറയുന്നത് കുറച്ച് എലാബറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ IPC സെക്ഷൻ 81 എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ടു പ്രിവെൻറ്റ് അനദർ ഹാം. സിമ്പിളാണ്. എന്താണ്, മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റമാണെന്ന് പറയുന്നത് IPC സെക്ഷൻ 81 വരുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു സാഹചര്യം വരെയാണെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ കഴിയാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് IPC സെക്ഷൻ 81? മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത് IPC സെക്ഷൻ 81 എന്ന് പറയുന്നത്. പ്രസ്തുത സാഹചര്യത്തിൽ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ കഴിയാവുന്നതുമാണ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സെക്ഷനാണ്. 7 വയസ്സിനകത്ത് പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്നത് യാതൊന്നും കുറ്റമല്ല എന്ന് പ്രസ്താവിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതെന്നാണ് ചോദ്യം. എന്താണ്, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന യാതൊന്നും എന്തല്ല, കുറ്റമല്ല എന്ന് പ്രസ്താവിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ IPC സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, IPC സെക്ഷൻ 82 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് IPC സെക്ഷൻ 82? 7 വയസ്സിനകത്ത് പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന യാതൊന്നും എന്തല്ല, കുറ്റമല്ല എന്ന് പ്രസ്താവിക്കുന്ന IPC സെക്ഷനാണ് ഇത്, IPC സെക്ഷൻ 82 എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 7 വയസ്സിന് മുകളിലുള്ളതും 12 വയസ്സിന് താഴെയുള്ളതുമായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഏതാണ്, IPC സെക്ഷൻ 83 ആണ്. ചോദ്യം ശ്രദ്ധിക്കുക. 7 വയസ്സിന് മുകളിലുള്ളതും 12 വയസ്സിന് താഴെയുള്ളതുമായിട്ടുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും എന്തല്ല, കുറ്റകരമാകുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന IPC സെക്ഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്, IPC സെക്ഷൻ 83 ആണെന്ന് അറിഞ്ഞിരിക്കുക. IPC സെക്ഷൻ 83 ആണ്. അപ്പോൾ 81 എന്താണെന്ന് പറയുന്നത്, മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റമാണെന്ന് പറയുന്നത് 81 എന്ന് പറയുന്നത്. 82 എന്താണ്, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കുറ്റം. ഓക്കെ, അപ്പോൾ ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ് എന്നാണ് പറയുന്നത്. അതാണ് 82 എന്ന് പറയുന്നത്. 83 എന്താണ് പറയുന്നത്, ആക്ട് ഓഫ് ചൈൽഡ് എബവ് 7 years, 7 വയസ്സിന് മുകളിലുള്ളതും അണ്ടർ 12 years, ഓക്കെ, 12 വയസ്സിന് താഴെയുള്ളതുമായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്ന യാതൊന്നും എന്തല്ല, കുറ്റമല്ല എന്ന് പറയുന്നതാണ് എന്ത്, IPC സെക്ഷൻ 83. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് IPC സെക്ഷൻ 362 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ്, IPC സെക്ഷൻ 362 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആളപഹരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ്, IPC സെക്ഷൻ 362 ആണ്. ഓക്കെ, അപ്പോൾ IPC സെക്ഷൻ 362 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആളപഹരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന IPC സെക്ഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് IPC സെക്ഷൻ 362 ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം, IPC സെക്ഷൻ 375 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, IPC സെക്ഷൻ 375 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള IPC സെക്ഷനാണ് IPC സെക്ഷൻ 375. അപ്പോൾ 362 എന്ന് പറയുന്നത് ആളപഹരണം, 375 എന്ന് പറയുന്നത് ബലാത്സംഗം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് IPC സെക്ഷൻ 376B എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, IPC സെക്ഷൻ 376B എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്,
പബ്ലിക് സർവൻസ് എന്ത് ചെയ്യാണ്, തൻ്റെ അധികാരത്തിലുള്ള സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശിക്ഷയാണ് കേട്ടോ. അപ്പോൾ എന്താണ് IPC സെക്ഷൻ 362B എന്ന് പറയുന്നത്? പബ്ലിക് സർവൻറ്റ് തൻ്റെ അധീനതയിലുള്ള സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷയാണ് എന്തെന്ന് പറയുന്നത്? IPC സെക്ഷൻ 362B എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അസ്ഥിര ബുദ്ധിയുള്ള ആൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരം അല്ല എന്ന് പ്രസ്താവിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? എന്താണ് അസ്ഥിര ബുദ്ധിയുള്ള ആൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പാണ് IPC സെക്ഷൻ 84. അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അസ്ഥിര ബുദ്ധിയുള്ള ആൾ അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കുറ്റകൃത്യത്തിനെ കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? IPC സെക്ഷൻ 84 എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒരാളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ലഹരി പിടിപ്പിച്ച വസ്തുക്കൾ അയാൾ അറിയാതെയോ അയാളുടെ ഇഷ്ടത്തിന് വിരോധമായോ കൊടുക്കപ്പെട്ട അവസ്ഥയിൽ അയാൾ ചെയ്ത പ്രവൃത്തി കുറ്റകരമല്ല എന്ന് പറയുന്നത് IPC സെക്ഷൻ 85 ആണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് IPC സെക്ഷൻ 85? തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി പിടിപ്പിക്കപ്പെട്ടത് കാരണമായിട്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, കുറ്റകരമല്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? IPC സെക്ഷൻ 85 എന്ന് വെച്ചാൽ എന്താണ് സംഭവം? എന്താണ്, ഒരു വ്യക്തിയുടെ അറിവ് കൂടാതെയോ സമ്മതമില്ലാതെയോ ബലം പ്രയോഗിച്ചോ നൽകുന്ന ലഹരി വസ്തുവിൻ്റെ ഉപയോഗം കാരണം അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, നിയമവിരുദ്ധമാണെങ്കിലും കുറ്റകരമാകുന്നില്ല. ഓക്കെ, പക്ഷേ ലഹരി അയാൾക്ക് അറിവ് കൂടാതെ ഇച്ഛാശക്തിക്കെതിരായോ കൊടുത്തതായിരിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ IPC സെക്ഷൻ 85 പറയുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു പ്രവൃത്തി കൊണ്ട് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ചെയ്ത സംഗതിയിൽ അയാൾക്കുണ്ടാകുന്ന അപകടത്തിന് ആ പ്രവൃത്തി ഒരു കുറ്റമായി തീരുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് IPC സെക്ഷൻ 88 ആണ്. അപ്പോൾ എന്താണ് IPC സെക്ഷൻ 88 എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? IPC സെക്ഷൻ 88. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് IPC സെക്ഷൻ 82? മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? IPC സെക്ഷൻ 88 വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായിട്ട് സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി. ഉദാഹരണത്തിന് ഒരു സർജൻ എന്ത് ചെയ്യാണ്, ഒരു രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത്, ശസ്ത്രക്രിയ നടത്തുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു, രോഗം കാരണം എന്ത് ചെയ്യുന്നു, ആ രോഗിയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ പ്രസ്തുത സർജൻ എന്ത് ചെയ്യത്തില്ല, കുറ്റക്കാരനായി മാറത്തില്ല. അപ്പോൾ ഈ കേസുകളെല്ലാം വരുന്നത് നമ്മുടെ IPC സെക്ഷൻ 88 എന്ത് ചെയ്യുക, ഒന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. 12 വയസ്സിന് താഴെയുള്ള ഒരാളിനെ അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരാളിനെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തമ വിശ്വാസപൂർവ്വം രക്ഷകർത്താവാലോ അല്ലെങ്കിൽ ആളിൻ്റെ മേൽ നിയമപരമായി ചുമതലയുള്ള ആളാലോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്തല്ല, കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് IPC സെക്ഷൻ 89 ആണ്. അപ്പോൾ എന്താണ് IPC സെക്ഷൻ 89 എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെയോ ഗുണത്തിന് വേണ്ടി രക്ഷകർത്താവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതപൂർവ്വം എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ മേൽ നിയമപരമായ അധികാരമുള്ള മറ്റൊരാൾ എന്ത് ചെയ്യാണ്, സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സർജൻ എന്ത് ചെയ്യാണ്, ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അയാളുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയയിൽ കുട്ടിയുടെ മരണം സംഭവിച്ചാലും പ്രസ്തുത സർജൻ എന്ത് ചെയ്യാനായി കണക്കാക്കത്തില്ല, കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല എന്നാണ് നമ്മുടെ IPC സെക്ഷൻ 89 പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അല്പം കൺഫ്യൂസിങ് ആണ്, എന്നാലും നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണെന്ന് പറയുന്നത് IPC സെക്ഷൻ 89 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ IPCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ച കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഏതൊക്കെ സെക്ഷൻസാണ്? സെക്ഷൻ 81 കാര്യം നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ എന്താണ് സെക്ഷൻ 81 എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വയ്ക്കുക. ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 81 എന്താണ് പറയുന്നത്? ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യാതെ മറ്റ് ഹാനി തടയുവാനുള്ള ആക്ട് അല്ലെങ്കിൽ കൃത്യങ്ങളെയാണ് 81 പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ
എന്താണ് പറയുക, എന്ത് പറയാൻ കഴിയും നമുക്ക്, മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റത്തിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 81 എന്ന് അറിഞ്ഞിരിക്കുക. 82 എന്താണ് പറയുന്നത്? സെക്ഷൻ 82 എന്താണ് പറയുന്നത്? 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യത്തിനെ കുറിച്ചാണ് സെക്ഷൻ 82 പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് IPC സെക്ഷൻ 83 എന്താണ് IPC സെക്ഷൻ 83? എന്താണ് IPC സെക്ഷൻ 83 എന്ന് വെച്ചാൽ 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയുമുള്ള കുട്ടിയുടെ കൃത്യത്തിനെ കുറിച്ചാണ് സെക്ഷൻ 83 പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് IPC സെക്ഷൻ 362 എന്നാണ്. IPC സെക്ഷൻ 362 ആളപഹരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IPC സെക്ഷനാണ് IPC സെക്ഷൻ 362 എന്ന് പറയുന്നത്. പിന്നെ 375 നമ്മൾ എന്താണെന്ന് നോക്കി, എന്താണ് ബലാത്സംഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള IPC സെക്ഷൻ IPC സെക്ഷൻ 375 എന്ന് പറയുന്നത്. പിന്നെ എന്താണ് IPC സെക്ഷൻ 376B എന്ന് നോക്കി, എന്താണ് പബ്ലിക് സർവൻറ്റ് തൻ്റെ അധീനതയിലുള്ള സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷയാണ് എന്തെന്ന് പറയുന്നത്? IPC സെക്ഷൻ 376B എന്ന് പറയുന്നത്. പിന്നെ IPC സെക്ഷൻ 84 നോക്കിയല്ലേ, ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്? IPC സെക്ഷൻ 84. പിന്നെ നമ്മൾ IPC സെക്ഷൻ 85 പറഞ്ഞു. എന്താണ് IPC സെക്ഷൻ 85? തൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് ആരെങ്കിലും ലഹരി മരുന്ന് മനഃപൂർവ്വം ഉപയോഗിപ്പിക്കുകയാണെങ്കിലും അതിൻ്റെ ലഹരിയാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറ്റമല്ല എന്ന് പറയുന്നതാണ് എന്ത്? IPC സെക്ഷൻ 85 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 88 നോക്കി. എന്താണ് 88? മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നതാണെന്ത്? 88. പിന്നെ പറഞ്ഞ എന്താണ്, 12 വയസ്സിന് താഴെയുള്ള വ്യക്തികളെയും അതേപോലെ ചിത്തഭ്രമമുള്ള വ്യക്തികളെയും എന്ത് ചെയ്യാൻ വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ദോഷമായിട്ട് മാറുകയാണെങ്കിൽ അതൊന്നും എന്തായിട്ട് മാറത്തില്ല, കുറ്റമായിട്ട് മാറത്തില്ല എന്ന് പറയുന്നതാണ് IPC സെക്ഷൻ 89 എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള IPC സെക്ഷൻ്റെ ബാക്കി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സും വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.